ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാനൊരു ഓൺ വോയിസ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിൽ. കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ ഓഫീസിൽ ഇരുന്നപ്പോഴത്തേക്ക് ഒരു ആൻറ്റി ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, മോളെ ഞാൻ ഇതുപോലെ സ്ത്രീ സുരക്ഷാ പെൻഷന് കൊടുത്തിരുന്നായിരുന്നു, 1000 രൂപയുടെ പെൻഷന്. പക്ഷേ അതെനിക്ക് കിട്ടിയില്ല, അത് റിജക്റ്റ് ആയിപ്പോയി, ബാക്കി എല്ലാവർക്കും കിട്ടിയെന്ന് വന്ന് സങ്കടം പറഞ്ഞു. ആ ആൻറ്റി മാത്രമല്ല, ഒരു 10-15 പേരെങ്കിലും അങ്ങനെ കുറഞ്ഞത് ഞങ്ങളുടെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ പെൻഷൻ കിട്ടാത്തതിൻ്റെ കാരണം ഒന്നുകിൽ ആ ചെയ്തേക്കുന്ന ആപ്ലിക്കേഷൻ റിട്ടേൺ വന്ന് കിടക്കുമായിരിക്കും, അതൊരിക്കലും ക്യാൻസലായി പോവുകയില്ല, അല്ലെന്നുണ്ടെങ്കിൽ അത് വെരിഫിക്കേഷനിൽ കിടക്കുമായിരിക്കും. അപ്പോൾ ഇതുവരെ പെൻഷൻ കിട്ടാത്തവർ അറിയാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അടുത്തുള്ള നിങ്ങളുടെ അക്ഷയ സെൻറ്ററിൽ ചെല്ലുക, എന്നിട്ട് റിജക്ഷൻ്റെ കാരണം എന്നാന്നുള്ളത് തിരക്കുക. ചിലപ്പം സ്കൂൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തത് കറക്റ്റ് ആയിരിക്കുകയില്ല, അല്ലെങ്കിൽ ക്ലിയർ ആയിരിക്കുകയില്ല, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിന് എന്തെങ്കിലും വ്യത്യാസം കാണും, അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങളായിരിക്കും. അപ്പോൾ അതൊന്ന് തിരുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ 2026-27 ലാൻഡ് ടാക്സും ബിൽഡിംഗ് ടാക്സും ഒക്കെ അടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞതൊരു 30 പേരും അടച്ച് കാണുമെന്ന് കരുതുന്നു. അടയ്ക്കാത്തവർക്ക് വേണ്ടിയാണ് ഞാനീ പറയുന്നത്. നമ്മൾ ഈ ഏപ്രിൽ 30-നുള്ളിൽ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 5% അളവ് കിട്ടും. കുറച്ച് പേർക്കൊക്കെ ഈ കാര്യം അറിയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ആരെങ്കിലും ഇനി അടയ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി ടാക്സ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.